റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കണ്ണൂർ സീറ്റ് ലഭിക്കാൻ സാധ്യതയില്ലെന്ന് കെ സുധാകരനെ നേരിട്ടറിയിച്ച രമേശ് ചെന്നിത്തല. എന്നാൽ സീറ്റ് നൽകിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാകുമെന്നാണ് ഇതിനോടുള്ള കെ സുധാകരന്റെ മറുപടി. രാഹുൽ ഗാന്ധിയുമായി താൻ ഒരിക്കൽ കൂടി സംസാരിക്കാമെന്ന് സുധാകരന് രമേശ് ചെന്നിത്തല ഉറപ്പു നൽകിയെന്നാണ് ലഭിക്കുന്ന വിവരം. പി ആർ സുനിലുണ്ട് വിവരങ്ങൾ നൽകാൻ. പി ആർ സുനിൽ, ചെന്നിത്തലയാണ് ഇടനിലനിന്ന് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഇതിൽ എന്താണ് നീക്കങ്ങൾ? ഹൈക്കമാൻഡ് വഴങ്ങുന്നില്ല, ഒപ്പം സുധാകരനും ബുദ്ധിമുട്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് വിവരങ്ങൾ? ശ്രുതി, കെ സുധാകരനെ അനുനയിപ്പിക്കാൻ വലിയ ശ്രമം തുടക്കം മുതൽ തന്നെ നടത്തുന്ന നേതാവാണ് രമേശ് ചെന്നിത്തല. നമുക്കറിയാം, നേരത്തെ എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്ന് ഹൈക്കമാൻഡ് നിലപാടെടുത്തപ്പോൾ കെ സുധാകരൻ ഡൽഹിയിൽ നിന്ന് നേരെ കേരളത്തിലേക്ക് പെട്ടെന്ന് തിരിച്ചു വരികയായിരുന്നു. അതിനുശേഷം വലിയൊരു കടുത്ത നീക്കത്തിലേക്ക് സുധാകരൻ പോകുന്ന കാഴ്ചയായിരുന്നു. പിന്നീട് രമേശ് ചെന്നിത്തല സുധാകരനെ അനുനയിപ്പിക്കാൻ പലതവണ ശ്രമിച്ചു. അതിനൊടുവിലാണ് അദ്ദേഹം രമേശ് ചെന്നിത്തലയുടെ നിർദ്ദേശമനുസരിച്ച് ഡൽഹിയിലേക്ക് പോകുന്നത്. ഏതായാലും ഡൽഹിയിലെത്തിയ കെ സുധാകരന് ഇപ്പോഴും അനുകൂലമായ ഒരു സന്ദേശം ഈ വിഷയത്തിൽ ലഭിച്ചിട്ടില്ല. അല്പസമയം മുമ്പാണ് രമേശ് ചെന്നിത്തല സുധാകരന്റെ ഡൽഹിയിലുള്ള ഔദ്യോഗിക വസതിയിലെത്തി സംസാരിച്ചത്. സീറ്റ് ലഭിക്കാൻ സാധ്യതയില്ല എന്നാണ് രമേശ് ചെന്നിത്തല സുധാകരനെ അറിയിച്ചിരിക്കുന്നത്. സീറ്റ് ലഭിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് രമേശ് ചെന്നിത്തല അറിയിച്ചപ്പോൾ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്ന മറുപടിയാണ് കെ സുധാകരൻ തിരിച്ചും മറുപടി നൽകിയിരിക്കുന്നത്. ആ അർത്ഥത്തിൽ കടുത്ത നിലപാടിൽ സുധാകരൻ തുടരുകയാണ്. ഏതായാലും രാഹുൽ ഗാന്ധിയുമായി ഈ വിഷയത്തിൽ ഒരിക്കൽ കൂടി സംസാരിച്ച് ഒരു അനുകൂല തീരുമാനമുണ്ടാക്കാൻ ശ്രമിക്കാൻ എന്ന ഒരു മറുപടിയാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ സുധാകരന് നൽകിയിരിക്കുന്നത്. ഏതായാലും സീറ്റ് ലഭിച്ചില്ല എങ്കിൽ കടുത്ത നീക്കത്തിലേക്ക് പോകും എന്ന് കെ സുധാകരൻ വ്യക്തമാക്കുമ്പോൾ കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നതാണ് ഇപ്പോഴത്തെ സുധാകരന്റെ നിലപാട്. ഏതായാലും അതിൽ നിന്ന് സുധാകരനെ അനുനയിപ്പിക്കാൻ കഴിയുമോ എന്ന അവസാനവട്ട ശ്രമങ്ങളിലാണ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ. അതേസമയം നിലവിൽ കെ സുധാകരന് സീറ്റില്ല കണ്ണൂരിൽ. അപ്പോൾ കെ സുധാകരന്റെ അടുത്ത നീക്കങ്ങൾ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടത്. രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ ഇടപെട്ട് സുധാകരന് അനുകൂലമായി എന്തെങ്കിലും ഒരു തീരുമാനം വരും മണിക്കൂറുകളിൽ എടുക്കുമോ എന്നറിയാൻ കാത്തിരിക്കാം. പി ആർ സുനിൽ, ഈ നേരത്തെ നേതാക്കളുടെ പ്രതികരണം കേട്ടപ്പോൾ അതിൽ ഈ എംപിമാർ മത്സരിക്കുമോ എന്ന ചോദ്യത്തോട് പട്ടിക വരുമ്പോൾ മനസ്സിലാക്കാം, അതിന്റെ വിവരം അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം എന്നുള്ളത് മാത്രമാണ് അവർ പ്രതികരിക്കുന്നത്. കെ സുധാകരന്റെ അടക്കം കാര്യത്തിൽ എന്ത് നീക്കമാണ് നടക്കുന്നത് എന്നുള്ളതായിരുന്നു. പക്ഷേ സീറ്റ് ലഭിക്കില്ല എന്ന് തന്നെ വ്യക്തമാകുമ്പോൾ സുധാകരന്റെ ഇനിയുള്ള നീക്കമാണ് ഏറ്റവും നിർണായകമാകുന്നതല്ലേ? ഉറപ്പായും കെ സുധാകരന് മാത്രമല്ല എംപിമാർ ആരും മത്സരിക്കേണ്ടതില്ല എന്നതാണ് ഇത്തവണ എടുത്തിരിക്കുന്ന തീരുമാനം എന്നത്. അതേസമയം കെ സുധാകരൻ വ്യക്തമാക്കുന്നത് നേരത്തെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റുമ്പോൾ അത് അകാരണമായി മാറ്റിയതാണ് ആ നീക്കം എന്ന് പറയുന്നത്. അന്ന് അങ്ങനെയൊരു തീരുമാനമെടുത്തപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം എന്ന് ഉറപ്പ് നൽകിയതാണ്. ആ ഉറപ്പാണ് ഇപ്പോൾ ലംഘിക്കപ്പെടുന്നത്. അനാവശ്യമായി ഈ വിഷയത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്നു, തൻ്റെ സീറ്റിൻ്റെ കാര്യത്തിൽ ആവശ്യമില്ലാത്ത ചർച്ചകൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതൊന്നും ആവശ്യമില്ലാത്ത നടപടിയായി പോയി തന്നെ പരിഗണിക്കേണ്ടതായിരുന്നു. കണ്ണൂരിലെ ജനങ്ങൾ തന്റെ മത്സരത്തിനായി കാത്തിരിക്കുന്നു എന്നൊക്കെയാണ് സുധാകരൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ കടുത്ത നിലപാട് തന്നെയാണ്, അതിൽ ഒരു അയവുമില്ല എന്ന് തന്നെയാണ് സുധാകരൻ വ്യക്തമാക്കുന്നത്. ഏതായാലും അനുനയിപ്പിക്കാൻ ചെന്നിത്തല മാത്രമാണ് ഇടപെടുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും ചെന്നിത്തല സുധാകരനെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധിയെ കാണും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രാഹുൽ ഗാന്ധിയെ കണ്ട് ചെന്നിത്തല നടത്തുന്ന ചർച്ചകളിലും ഒരു അനുകൂല തീരുമാനം ഉണ്ടായില്ല എങ്കിൽ കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കാൻ ഇറങ്ങിയാൽ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസും UDFും നേരിടുന്ന വലിയ വെല്ലുവിളിയാകും കണ്ണൂർ എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും സുധാകരന്റെ നീക്കം അങ്ങനെ തന്നെയാണ്. സീറ്റ് നൽകിയില്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് മത്സരിക്കും എന്നൊരു നീക്കത്തിലേക്ക് സുധാകരൻ പോവുകയാണ്. ഓക്കെ, സീറ്റ് ലഭിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ചെന്നിത്തലയാണ് അറിയിച്ചിരിക്കുന്നത് കെ സുധാകരനെ. പക്ഷേ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാകുമെന്നാണ് ഇതിനോട് കെ സുധാകരൻ മറുപടി നൽകിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിയുമായി വീണ്ടും സംസാരിക്കാമെന്നുകൂടി ചെന്നിത്തല ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നുകൂടി മനസ്സിലാക്കുന്നു. PR സുനിലാണ് വിശദാംശങ്ങൾ നൽകിയത്.